ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സിമ്പിൾ വെജ് ബിരിയാണിയാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് ഇതെല്ലാം കാണുന്നത്. സവാള, ക്യാരറ്റ്, ബീൻസ്, തക്കാളി, പിന്നെ സോയാബീൻ കഴുകി മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കണം. പിന്നെ ബസ്മതി റൈസ് ഉണ്ട്, ബിരിയാണി മസാല, ഇതിലേക്കുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ മല്ലിച്ചപ്പ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് റെഡിയാക്കാൻ പോകും. സോയാബീൻ ഫ്രൈ ചെയ്യാനായിട്ട് നമ്മളിതാ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കുക്കിംഗ് ഓയിൽ ഒഴിക്കാം. ഇത് ചൂടായി വരുമ്പോൾ സോയാബീൻ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഓയിൽ നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ സോയാബീൻ ഇതിലേക്ക് ഇടാൻ പോവുകയാണ്. ഇത് അത്യാവശ്യം നല്ലോണം ഒന്ന് ക്രിസ്പി ആവും വരെ ഇതിനെ ഫ്രൈ ചെയ്യാം. ഇനി നമ്മൾ മസാല റെഡിയാക്കാൻ വേണ്ടി പോവാണ്. അതിലേക്ക് ഇതാ പാനിലേക്ക് തന്നെ സോയാബീൻ ഫ്രൈ ചെയ്തെടുത്ത പാനിലേക്ക് തന്നെ സവാള ഇട്ട് വഴറ്റുകയാണ്. സവാള വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർക്കണം. ഇപ്പോൾ സവാള നല്ലോണം അതുപോലെ നല്ല വഴന്ന് വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ തക്കാളി ചേർക്കാൻ പോവാണ്. ഈ തക്കാളി ഒന്ന് നല്ലോണം ഉടഞ്ഞി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ തക്കാളി നല്ലോണം ഇതിൽ കിടന്നുണ്ട്, നല്ല ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ പേസ്റ്റാക്കി വെച്ചതാണ് ഇതിലേക്ക് ചേർക്കാൻ പോവാണ്. ഇനി ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറും വരെ നല്ലോണം ഇളക്കിയ ശേഷം നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് പച്ചമണമൊക്കെ നല്ലോണം മാറിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ മസാല ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യമായ മസാലയാണ് ഏകദേശം ഞാൻ ഈ സ്പൂണിന് കണക്കായിട്ട് ഇടുന്നുണ്ട്. മുളക് പൊടി ഇട്ടു. അടുത്തതിന് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ഇടുന്നത്. അടുത്തത് മഞ്ഞൾപ്പൊടിയാണ്. അടുത്തത് കുറച്ച് ചിക്കൻ മസാല കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. എല്ലാം നല്ലോണം മിക്സ്ഡ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തായി ചേർക്കാൻ പോകുന്നത് ക്യാരറ്റും ബീൻസും ആണ്. ഇപ്പോൾ ക്യാരറ്റ് ബീൻസ് ഇട്ട് കൊടുത്തു. ഇനി ഇതൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ നമുക്കൊന്ന് സിമ്മിലാക്കിയിട്ട് അടച്ച് വയ്ക്കാം. അപ്പോൾ നമ്മുടെ വെജ് ബിരിയാണിക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്.
മസാല വേവുമ്പോഴത്തേക്കും നമുക്ക് റൈസ് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് ഉള്ള ഇതാ ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ചൂടായി തന്നെ തിളച്ച് വരുമ്പോൾ റൈസ് കഴുകി ഇതിലിടണം. കുക്കറിലല്ല വെക്കണം, ചെമ്പിലാണ് വെക്കണം. ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്, വെന്തിട്ടുണ്ട്, ഒക്കെ വെന്ത് വന്ന് പാകമായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ സോയാബീൻ ഫ്രൈ ചെയ്തിടണം. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം. ഇനി നമ്മളിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുത്തിട്ടില്ല. അതായത് ഗ്രാമ്പൂ, പട്ട, ഏലക്ക ഇതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അത് ഇതിലേക്കാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ മല്ലിച്ചപ്പ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കഴുകി അരിഞ്ഞ് വെച്ചതാണ്. അത് കുറച്ചതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ. ഇനി തീയൊക്കെ ഓഫാക്കി ഇതിനെ അടച്ച് വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ റൈസ് വേവിക്കാനുള്ള വെള്ളം ഇവിടെ തിളച്ച് റെഡി കിടക്കുന്നുണ്ട്. ഇനി അതിലേക്ക് അരി കഴുകിയിട്ട് ഊറ്റി വെച്ചതാണ്, അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി റൈസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാൻ കല്ലുപ്പാണ് ഇവിടെ ചേർക്കുന്നത് കേട്ടോ. റൈസ് കഴുകിയിട്ടിട്ടുണ്ട്, പാകത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് വെന്ത് കിട്ടണം, അതുവരേക്ക് അടച്ച് വയ്ക്കും. നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ദമ്മിടാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിനായിട്ടൊരു ചെമ്പ് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി റൈസിൽ നിന്നും പകുതി എടുത്ത് ഇങ്ങനെ ചെമ്പിലേക്ക് തട്ടുക. ഇനി നമ്മൾ വേവിച്ച മസാല അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. മസാലയും കൂടെ ചേർത്ത് നിരത്തി കൊടുക്കുക. ഇനി വേവിച്ച് വെച്ചതിൽ ബാക്കിയുള്ള റൈസും കൂടെ ഇതിൻ്റെ മേലേക്ക് ഞാൻ തട്ടി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ റൈസ് ഫുള്ള് ഇട്ടിട്ട് ദം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വയ്ക്കുകയാണ് കുറച്ച് സമയം. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി അത് കഴിക്കാൻ ആവശ്യമായ ഒരു പുതിനയില ചമ്മന്തിയാണ് റെഡിയാക്കേണ്ടത്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. തേങ്ങ ചിരവിയത്, പുതിനയില, മല്ലിച്ചപ്പ്, കറിവേപ്പില, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഒരു 2 ചുമന്നുള്ളിയും കൂടെ. പിന്നെ അത് മോര്, നല്ല പുളിയുള്ള മോര് ചേർത്തിട്ടാണ് അരയ്ക്കുന്നത്. പുളിയുള്ള മോരും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ബിരിയാണി റെഡിയായി, പുതിനയില ചമ്മന്തി റെഡിയായി, പിന്നെ അതിലേക്കുള്ള സാലഡും റെഡി ആയിട്ടുണ്ട്. നമ്മൾ ബിരിയാണി കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ബിരിയാണി ഇതാ ദമ്മൊക്കെ റെഡിയായ ബിരിയാണിയാണ് നമ്മുടെ. ഇനി നമ്മൾ കഴിക്കാൻ സമയത്താണ് കുറച്ച് ഉള്ളി നല്ല നെയ്യിൽ
ബ്രൗൺ കളറിൽ ഫ്രൈ ചെയ്തെടുത്തത്. പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, കുറച്ച് പുതിനയിലയും കൂടെ, ഇതും കൂടെ ഇട്ട ശേഷമാണ് നമ്മൾ ബിരിയാണി ഇളക്കിയെടുക്കുന്നത്.